ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് പാർട്ട് 3 വീഡിയോ ആണ്. അപ്പം അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ പാർട്ട് എന്നുള്ളത്. അപ്പം ഈ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോണ കണ്ടന്റുകൾ ഇവയൊക്കെയാണ്. നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ കണ്ടന്റ് ടോർക്ക് ഓൺ എ കറന്റ് ലൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ സർക്കുലർ കറന്റ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ആദ്യം എടുക്കാൻ പോകുന്നത് ടോർക്ക് ഓൺ കറന്റ് ലൂപ്പാണ്. അപ്പൊ ടോർക്ക് ഓൺ എ കറന്റ് ലൂപ്പ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ആദ്യം എടുക്കാൻ പോകുന്നത്. സപ്പോസ് നമ്മൾ ഇതിന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ലൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലെ, കറന്റ് കടന്നു പോകുന്ന ഒരു ലൂപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കറന്റ് ഒരു ലൂപ്പിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഒരു കറന്റ് ലൂപ്പാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒരു കറന്റ് ലൂപ്പ് വരയ്ക്കാം. ഓക്കെ, ഒരു കറന്റ് ലൂപ്പ്. ഓക്കെ, ഒരു കറന്റ് ലൂപ്പാണ്. അപ്പൊ അതായത് അതിലൂടെ എന്ത് ചെയ്യുക, ഒരു കറന്റ് കടന്നു പോകുന്നുണ്ട്, ഒരു കറന്റ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ ഈ കറന്റ് ലൂപ്പിൽ ആക്ട് ചെയ്യുന്ന ടോർക്കാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ വെറുതെ ഒരു ലൂപ്പ് എടുത്ത് അതിലൂടെ കറന്റ് കടന്നു പോയാൽ എന്ത് ചെയ്യുക, അവിടെ ടോർക്കും കാര്യങ്ങളൊന്നും ആക്ട് ചെയ്യാം. അപ്പൊ അത് ടോർക്ക് ആക്ട് ചെയ്യുന്നത് എന്താ, റൊട്ടേഷണൽ എഫക്റ്റ്. അത് ഫോഴ്സിന്റെ റൊട്ടേഷണൽ മോഷനിൽ പറയുന്ന പേരാണ് ടോർക്ക് എന്ന് പറയാം. അപ്പം ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, അവിടെ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. അപ്പൊ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് മാഗ്നറ്റ് പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പൊ മാഗ്നറ്റ് പ്ലേസ് ചെയ്യാണ്, നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് വരയ്ക്കാൻ പോണത്. ഓക്കെ, നോർത്ത് ആൻഡ് സൗത്ത് പോലുള്ള മാഗ്നറ്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് ശ്രദ്ധിക്കുക, ഒരു നോർത്ത് ആൻഡ് സൗത്ത് പോളിന്റെ ഇടയിൽ ഒരു കറന്റ് കാര്യം കണ്ടക്ടർ അല്ലെങ്കിൽ കറന്റ് കാര്യം ലൂപ്പ് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പൊ ലൂപ്പ് കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണ് ഇതിന് നമുക്ക് പേര് കൊടുക്കാം ABCD. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൂപ്പ് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിന്റെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താൽ നമ്മൾ പറഞ്ഞതാണ് F I ഇൻറ്റു കറന്റ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ILB എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എങ്ങനെ ചെയ്താൽ F I ഇൻറ്റു LB ഇൻറ്റു സൈൻ തീറ്റ. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം, അത് നമുക്കൊരു ബോക്സിൽ ഇടാം. അപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ F ILB ആണ്, അല്ലെങ്കിൽ F ILB സൈൻ തീറ്റ എന്നുള്ളത്. ഈ കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം, ഈ ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ AB എന്നുള്ള പോർഷൻ, അല്ലെങ്കിൽ BC ഉണ്ട്, പിന്നെ CD ഉണ്ട്, അതുപോലെ DA. ആ പോർഷൻ കൂടി ചേർന്നാണ് ഒരു ലൂപ്പ് എന്നുള്ളത്. അപ്പൊ ഓരോ പോർഷനിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ് AB ആൻഡ് DC. അത് കണ്ടുനോക്കാം. ഓക്കെ, അപ്പം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഫോഴ്സ് എക്സ്പീരിയൻസ് AB ആൻഡ് CD എന്ന് പറയുന്നത്. അപ്പം AB ആൻഡ് CD എന്താ, പാരലൽ ആണ് അല്ലെ, എന്തിനായിട്ട്, മാഗ്നറ്റിക് ഫീൽഡിനായിട്ട് പാരലൽ ആണ്. ഓക്കെ, അതായത് ഇവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡിന്റെ നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പേജിൽ എഴുതാം ബാക്കി കാര്യങ്ങൾ. കാണാൻ പോകുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ അതേ ലൂപ്പ് ഇവിടെ ഒന്നുകൂടി വരയ്ക്കുകയാണ്. ആ ലൂപ്പ് വരയ്ക്കുകയാണ്. ആ ലൂപ്പിന് ABCD എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് വെച്ചിരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡിലാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ AB ഈക്വൽ ടു ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ DC ആയിരിക്കും. കാരണം എന്താ, ഇവർ രണ്ടും മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണ്. ഈക്വൽ ടു ILB സൈൻ തീറ്റ എഴുതും. ILB സൈൻ തീറ്റ. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ആ പോർഷൻ AB എന്നുള്ള പോർഷൻ അതുപോലെ CD എന്നുള്ള പോർഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മിനിറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് അല്ലെ, അതേ സെയിം ഡയറക്ഷനിലാണ് ABയും, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, അതേ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക, ABയും അതുപോലെ തന്നെ DC ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും, 0 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, FAB ഈക്വൽ ടു FDC ഈക്വൽ ടു ILB സൈൻ 0. അപ്പൊ സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താ, 0 ആണ്. അപ്പൊ FAB ഈക്വൽ ടു FDC ഈക്വൽ ടു എന്താ, 0 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി രണ്ട് വശം കൂടി കാണാം. ഇവിടെ നമുക്കറിയാം ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ.
ക്ലിയർ ആണല്ലോ. ഇതാണ് ഡി സി, അതുപോലെ തന്നെ സി ഡി. അപ്പം എഫ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ഡി ആൻഡ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ബി സി കാണാം. ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ഡി ഈക്വൽ ടു ഫോഴ്സ് ആക്ടിംഗ് ഓൺ ബി സി രണ്ടും തുല്യമാണ്. ഈക്വൽ ടു എന്താ? ഐ എൽ ബി സൈൻ തീറ്റ. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാഗ്നറ്റിക് ഫീൽഡും ഈ ഒരു കമ്പോണന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമ്മൾ കാണേണ്ടത്. അത് എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐ എൽ ബി സൈൻ 90 എന്ന് പറയട്ടെ. സൈൻ 90 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഈക്വൽ ടു ഐ എൽ ബി എന്താണ് കിട്ടിയത്? ഐ എൽ ബി, അതായത് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ഡി ഈക്വൽ ടു ഫോഴ്സ് ആക്ടിംഗ് ഓൺ ബി സി ഈക്വൽ ടു ഐ എൽ ബി നമുക്ക് കിട്ടി. അപ്പം ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ കാണുന്നത്. സപ്പോസ് നമുക്കിപ്പോൾ ആ ഡയഗ്രം കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ. അപ്പം ഒരു കറന്റ് ആണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കറന്റ് എൻ്റർ ചെയ്യാണ്, അത് ഇന്നാണ് ചെയ്യുന്നത്. എന്താണ്? ഇന്നാണ്. അപ്പം എ ഡി എന്നുള്ള പോർഷനിൽ എന്തെങ്കിലും കറന്റ് ഇന്നാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സി ഡി എന്നുള്ള പോർഷനിലെ കറന്റ് ഔട്ടാണ് ചെയ്യുന്നത്. ക്ലിയർ ഉള്ള? അപ്പോൾ സപ്പോസ് നമ്മൾ അങ്ങനെ ഒരു കറന്റ് ഇന്ന് ചെയ്യുന്നുണ്ട്, ഒരു കറന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ചെയ്യുന്ന കറന്റ് വരുമ്പോൾ അവിടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങനെ ഉണ്ടാവും, ഉള്ളിലോട്ട് ഉണ്ടാവുക. അപ്പൊ ഔട്ട് ചെയ്യണത് ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ ഇതൊരു റൊട്ടേഷണൽ എഫക്റ്റ് ഇവിടെ കാണിക്കും. ഓക്കെ, ആ റൊട്ടേഷണൽ എഫക്റ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതായത് ഒരു കറന്റ് കാര്യം ലൂപ്പ് എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ഇവിടെ കാണിക്കും. അതിനെ പറയുന്ന പേരാണ് ടോർക്ക് എന്ന് പറയും. ഓക്കെ, അപ്പൊ ടോർക്കാണ് കറന്റ് ലൂപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? സപ്പോസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു പോർഷനാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുകയാണ്. ഓക്കെ, യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് വിചാരിക്കുക. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കറന്റ് ലൂപ്പ് പ്ലേസ് ചെയ്ത്. ഇപ്പം ഇത് കറന്റ് ലൂപ്പാണ് മനസ്സിലാക്കുക. കറന്റ് ലൂപ്പ് ഇങ്ങനെയാണ് നിൽക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ആംഗിൾ തീറ്റ. ഓക്കെ, ഈ നമ്മൾക്ക് പറയാൻ പോകുന്നത് ഇതിന്റെ ലെങ്ത് എൽ ആണെങ്കിൽ ശ്രദ്ധിക്കുക. ഈ ഒരു കറന്റ് ലൂപ്പിന്റെ ലെങ്ത് എൽ എന്നാണെങ്കിൽ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എൽ കോസ് തീറ്റ ആയിരിക്കും, ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എൽ സൈൻ തീറ്റ ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താ? ഈ ഒരു കമ്പോണന്റ്, അതായത് ഇത് തമ്മിൽ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ എൽ സൈൻ തീറ്റ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി നമുക്കറിയാം ടോർക്കാണ് കാണാൻ പറയുന്നത്. അപ്പൊ ടോർക്ക് കാണണമെങ്കിൽ ടോർക്കിന് ഇക്വേഷൻ എഴുതണം. അപ്പൊ ടോർക്കിന് ഇക്വേഷൻ എന്താ? ടോർക്ക് ഈക്വൽ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ എഴുതാം ടോർക്ക്. അപ്പൊ നമുക്ക് ഇനി എഴുതാം, ഒന്നുകൂടി എഴുതാം. ടോർക്ക് ഈക്വൽ ടു എന്താ? ഈക്വൽ ടു, അതായത് ഇവിടെ ടോർക്കാണ് കാണാൻ നമ്മളെ. ടോർക്ക് ഈക്വൽ ടു എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇവിടെ ഫോഴ്സിന് ഒരു ഇക്വേഷൻ അതെ ഐ എൽ ബി, ഐ ഇൻറ്റു എൽ ബി എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ? എൽ സൈൻ തീറ്റ ആണ്. എൽ സൈൻ തീറ്റ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു എല്ലും എൽ സ്ക്വയർ ഐ, എൽ സ്ക്വയർ ബി ഇൻറ്റു സൈൻ തീറ്റ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ലൂപ്പിന് എന്ത് ചെയ്യുക? എ ബി സി ഡി എന്ന് മാർക്ക് ചെയ്യാം. അതിന്റെ ഒരു വശം എൽ ആണെങ്കിൽ അടുത്ത വശം എന്താ? എൽ ആയിരിക്കും. കാരണം അത് ലെങ്ത് ഇൻറ്റു ഇവിടെ അടുത്താണ് അല്ലെ. അപ്പൊ എൽ ഇൻറ്റു എൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ എൽ സ്ക്വയറിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഏരിയന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എൽ സ്ക്വയറിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഏരിയന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? ഐ എ ബി സൈൻ തീറ്റ. അപ്പൊ ടോർക്ക് ഈക്വൽ ഐ എ ബി സൈൻ തീറ്റ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി ബാക്കി ഭാഗം അടുത്ത പേജിൽ എഴുതാം. അപ്പം ടോർക്ക് ഈക്വൽ ടു എന്താ? ടോർക്ക് ഈക്വൽ ടു ഐ എ ബി എന്ന് എഴുതാം. ടോർക്ക് ഈക്വൽ ടു ഒരു മിനിറ്റ്. ടോർക്ക് ഈക്വൽ ടു ഐ എ ബി സൈൻ തീറ്റ. ടോർക്ക് ഐ എ ബി ഇൻറ്റു സൈൻ തീറ്റ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കറിയാം ഈ കറന്റ് ഇൻറ്റു ഏരിയ അതിനെ പറയുന്നതാണ് എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയാം. എന്തായാലും കറന്റ് ഇൻറ്റു ഏരിയ അതിനെ പറയുന്നതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അതിന് റെപ്രസെന്റ് ലെറ്റർ എം ആണ്. എം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എം എന്ന് റിപ്ലേസ് ചെയ്യാം. ടോർക്ക് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പൊ ടോർക്ക് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പം ഇത് നമ്മൾ ഒരു വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ടോർക്ക് ഈക്വൽ ടു എന്താ? എം ക്രോസ് ബി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ ടോർക്ക് ഈക്വൽ ടു എന്താ? എം ക്രോസ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്ര കാര്യമാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പം എന്താ പറഞ്ഞത്? ടോർക്ക് ആക്ടിംഗ് ഓൺ കറന്റ് ലൂപ്പിൽ ഒരു കറന്റ് ലൂപ്പ് എന്ത് ചെയ്യുക? ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ടോർക്ക് എം ക്രോസ് ബി അഥവാ ടോർക്ക് എം ബി സൈൻ തീറ്റ ആണ്.
ഇതാണ് അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ടോസിക്കൽ ടു എം ക്രോസ് ബി, ടോസിക്കൽ ടു എം ബി സൈൻ തീറ്റ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടല്ലേ, ആ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സർക്കുലർ കറന്റ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ എന്നുള്ളൊരു പോർഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് പഠിച്ചൊരു കാര്യം ഉണ്ടല്ലേ, ഒരു സർക്കുലർ ക്യാരിങ് കറന്റ് ആണ്. ആ കറന്റ് എന്ത് ചെയ്യുക, ഒരു ലൂപ്പിലൂടെ അല്ലെങ്കിൽ ഒരു സർക്കുലർ ലൂപ്പിലൂടെ എന്ത് ചെയ്യുക, ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുക, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ക്ലിയർ ആണല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പോയിന്റ് കൊണ്ടുവച്ചിട്ടുണ്ട്, പി എന്നുള്ള പോയിന്റ്. ആ പി എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഒരു ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊരു ഡെറിവേഷൻ ആണ്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ആ ഡയഗ്രം ഒന്നും കൂടി വരച്ചെന്നുള്ളൂ. ഓക്കെ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു എച്ച് ഉണ്ട് അല്ലെ. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഡി എൽ എന്നുള്ള ഒരു കറന്റ് എലമെന്റ് ആണ്. അതും അതുപോലത്തെ ഒരു പി എന്നുള്ളൊരു പോയിന്റ് ആണെങ്കിൽ, ഇതാണ് പി എന്നുള്ളൊരു പോയിന്റ് ആണെങ്കിൽ, ആ പി എന്നുള്ള പോയിന്റ് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിനാണ് പറയാം എച്ച് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അതേമാതിരി ഡി എൽ എന്നുള്ള എലമെന്റ് പി എന്നുള്ള പോയിന്റും ഇവിടെ ഉള്ളുണ്ട്, അതും എച്ച് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ സെൻട്രലിലുള്ള ഡിസ്റ്റൻസ് ആണ് 6. പിന്നെ അതുപോലെ തന്നെ സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് ആണ് എ എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പൊ അതിനൊരു ഫൈനൽ ആയിട്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു μ0 I a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × r² പ്ലസ് a സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്നുള്ള ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പോണത്, അതായത് സർക്കുലർ കറന്റ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ, ഈ കാര്യങ്ങളാണ് പറയാൻ പോണത്. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. ബി ഈക്വൽ ടു μ0 I a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × r² പ്ലസ് a സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഇനി എന്താ, ഇതിനെ റെപ്രസെന്റ് ചെയ്യുക, എന്തൊരു ഏരിയന്റെ ടൈംസിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എന്നുള്ള രീതിയാണല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ബി ഈക്വൽ ടു μ0 I ഇൻറ്റു ഒരു പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം, പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. എന്ത് കിട്ടും നോക്കാം, μ0 I ഇൻറ്റു പൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഓക്കെ, ഈ ഏരിയ എന്ന് പറഞ്ഞാണ് പൈ എ സ്ക്വയർ അല്ലെ, പൈ ആർ സ്ക്വയർ അല്ലെങ്കിൽ പൈ എ സ്ക്വയർ എന്ന് പറയാം. ഒരു സർക്കുലറിന്റെ റേഡിയസ് കാണാൻ ഏരിയ എന്ന് പറയുന്നത് പൈ എ സ്ക്വയർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ ഈ പൈ എ സ്ക്വയറിന് പകരം എന്ത് ചെയ്യാം, എ ഏരിയ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു എന്താ, μ0 I a ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഓൾ റേസ് ടു 3/2. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്കറിയാം കറന്റ് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത്, അതായത് ഈ കറന്റ് ഇൻറ്റു ഏരിയനെ പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എം എന്ന് പറയും. ക്ലിയർ ആണോ, സ്മോൾ എം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ബി ഈക്വൽ ടു μ0 സ്മോൾ എം ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഓൾ റേസ് ടു 3/2. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മളൊരു കണ്ടീഷൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി എഴുതാൻ പോവാണ്. ബി ഈക്വൽ ടു μ0 m ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഓക്കെ, ഇനി നമ്മളിവിടെ കണ്ടെത്തുകയാണ്. ഈ സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് ആണ് എ. ഈ എ എന്ന് പറഞ്ഞത് ആറിനെ അപേക്ഷിച്ച്, ആർ എന്ന് പറയുന്നത് ആ സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ നിന്നിട്ട് പി എന്നുള്ള പോയിന്റിലേക്ക് ഡിസ്റ്റൻസിനാണ് ആർ എന്ന് പറയുന്നത്. അപ്പം എ വളരെ വളരെ ചെറുതാണ്, ആറിനെ അപേക്ഷിച്ച് എ വളരെ വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. അപ്പൊ അത് എ ലെസ് ദാൻ ആർ ആണെങ്കിൽ, സോ എ ഈസ് നെഗ്ലക്റ്റഡ്. എ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എനെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ഭാഗ്യം എഴുതാലോ. അപ്പം ബി ഈക്വൽ ടു μ0 m ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വെട്ടിപ്പോയുള്ള കാര്യങ്ങൾ വെട്ടിപ്പോവാം. എന്ത് വരും, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, 2 ഉണ്ട്, ഇവിടെ 2 വെട്ടിപ്പോയി. ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഏതാ, ബാക്കിയുള്ള ക്വാണ്ടിറ്റി ബി ഈക്വൽ ടു μ0 m ഡിവൈഡഡ് ബൈ 2π r³ കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ അത് സ്മോൾ എം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്ത് കിട്ടും നമുക്ക് നോക്കാം. അപ്പം ബാക്കി അടുത്ത പേജിൽ ചെയ്താ. ഓക്കെ, അപ്പം എന്ത് വരും, അപ്പൊ എന്ത് വരും, ബി ഈക്വൽ ടു μ0 ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2m വരി,
ഓക്കെ, ഡിവൈഡ് ബൈ 2πn. അപ്പൊ താഴോട്ട് വരുമ്പോ ആ 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാം 4π വരും. ക്ലിയർ ആണല്ലോ? 4π ഇൻറ്റു ഇവിടെ വരുന്നത് എന്താ r³ കിട്ടി. ഓക്കെ, അപ്പൊ ഇതിനൊന്ന് റീ അറേഞ്ച്മെന്റ് ചെയ്യാം. b = μ0/4π 2m/r³ ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പം ഇവിടെ ഇതിവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി അല്ലേ? അതാണ് b = μ0/4π 2m/r³ ഇക്വേഷൻ കിട്ടി. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ആക്സിൽ ലൈൻ ഓഫ് എ ഡൈപോൾ. ഒരു ആക്സിൽ ലൈനിൽ എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം, മനസ്സിൽ വെക്കുക. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ സർക്കുലർ കറന്റ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞ ഇക്വേഷൻ അവിടെ ഉള്ളത് ഒരു സർക്കുലർ കറന്റ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ, അതായത് മാഗ്നറ്റിക് ഡൈപോളിലുള്ള സർക്കുലർ കറന്റ് ഇക്വേഷൻ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ ഇക്വേഷൻ b = μ0/4π 2m/r³. ഈ കാര്യം നമുക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഡൈപോൾ ഇൻ ആൻ ആക്സിൽ ലൈൻ, അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? അപ്പൊ രണ്ട് ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചത് 3rd ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്ത് നോക്കാം. ക്ലിയർ ആണല്ലോ? കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം μ0/4π ആണുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ μ0/4π ആണ് ബിയിലുള്ളെങ്കിൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്റ്റാറ്റിക്സിലുള്ളെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ E = 1/4π ε0 ആണ്. അത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ μ0/4π = ഇവിടെ എന്താ 1/4π ε0. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരേമാതിരിയുള്ള ക്വാണ്ടിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. അപ്പൊ μ0 അല്ല, നമുക്കിവിടെ 4π × 4π അത് ക്യാൻസൽ ആവും. ബാക്കി എന്ത് കിട്ടും, μ0 = 1/ε0. അപ്പൊ μ0 = 1/ε0 നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അതേമാതിരി തന്നെ, അതായത് μ0 = എന്ന് പറയാൻ പറ്റില്ല, μ0 എന്ന് പറഞ്ഞാൽ 1/ε0 പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. സിമിലർലി നമുക്കിവിടെ 2m/r³ ഈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്, അങ്ങനെ പറയാം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് പറയാം. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് 2p/r³ എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം 2/r³ വലിയത്തിലുണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്തുണ്ടാവും, ഓക്കെ, അപ്പം നമുക്കിവിടെ പറയാൻ പറ്റും എമ്മിന് പകരമായിട്ട് ഇവിടെ എന്ത് ചെയ്യുക, പി ആണുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പം മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പ്രകാരമുള്ള എമ്മിന് പകരമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ എങ്ങനെ പി എന്നുള്ള പോയിന്റ് ആണ്, പി എന്നുള്ള ഇലക്ട്രോൺ എടുക്കാം. അപ്പൊ ഇവ രണ്ടും ആക്ച്വലി ഈക്വൽ ആണെന്നാണ് ഇതിനർത്ഥം. ഓക്കെ, അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഉണ്ടാകുന്ന ഡൈപോൾ മൊമെന്റും അതുപോലെ തന്നെ ഇക്വേഷനും അതുപോലെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ തുല്യമാണ്. ഈ കാര്യമാണ് ഇപ്പം ഇവിടെ കിട്ടിയത്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഓക്കെ, സർക്കുലർ കറന്റ് ആസ് എ മാഗ്നറ്റിക് ഡൈപോളും. അപ്പം മാഗ്നറ്റിക് ഡൈപോളിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.